കുക്കർ എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അല്പം ഉപ്പും മഞ്ഞളിൻ്റെ പൊടിയും കുറച്ച് ചേർത്ത് തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വൻപയറും കൂടി ഇട്ട് നമുക്ക് കുക്കറിലിട്ടൊന്ന് ഒറ്റ വിസിൽ കളിപ്പിച്ച് വേവിച്ചെടുക്കാം. ഈ വൻപയറും ചേനയും കായും കൊണ്ടുള്ള ഒരു എരിശ്ശേരിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇന്ത്യൻ ക്ലാസിക് ഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലവണ്ണം കുതിർത്തിട്ടുള്ള വൻപയറായതുകൊണ്ട് തന്നെ ഒറ്റ വിസിലിട്ട് വെന്ത് കിട്ടും. ചേനയും കായയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വൻപയർ ഇങ്ങനെ ഒരു രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒറ്റ വിസിലേ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കായും ചേന കഷ്ണവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് അതും ഒറ്റ വിസിൽ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചിരകിയ നാളികേരം ഏകദേശം ഒരു 1/2 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ ജീരകവും അതുപോലെ 1/4 സ്പൂൺ താഴെ മഞ്ഞൾപ്പൊടിയും ഈ ഒരളവിൽ, അതായത് ഒരു 1/4 സ്പൂണിൽ താഴെ കുരുമുളക്, മുഴുവനോടെയുള്ള കുരുമുളകും അല്പം മുളക് പൊടിയും ഒരല്ലി ചെറിയ ഉള്ളിയും 2 പച്ചമുളകും ഒരല്പം കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിലാണ് ഒതുക്കിയെടുത്തിട്ട് വന്നിട്ടുള്ളത്. ഇനി കുക്കറിൽ വെന്ത ചേന കായ കഷ്ണവും വൻപയറും കൂടിയുള്ള മിക്സിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കറിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് എടുക്കാം. ഒന്ന് ഇളക്കി ഇതവിടെ ഇരുന്ന് റെഡിയാവട്ടെ. നമുക്കിനി അല്പം തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിനായി ഒരു ഇരുമ്പ് കടായി ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് ഒരല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറഞ്ഞ അളവിൽ മതിയാവും. ഇനി എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആദ്യമായി ഒരല്പം ഉഴുന്ന്, മുഴുവനോടെയുള്ള ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകും ഒരല്പം കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള നാളികേരം ഏകദേശം ഒരു 1/2 കപ്പോളം തന്നെ ചിരകിയ നാളികേരം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നാളികേരവും ഉഴുന്ന് പരിപ്പും വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഈ സമയം നമ്മുടെ ചേന കായയും വൻപയറും കൂടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ തേങ്ങാക്കൂട്ടൊക്കെ ഇത് ഏകദേശം ഈ ഒരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് എരിവിന് വേണ്ട കാശ്മീരി ചില്ലി പൗഡർ, കളറിന് വേണ്ടിയുള്ള കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നല്ല രീതിയിൽ തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടലയല്ല വൻപയറും കായും ചേനയും കൂടിയുള്ള മിക്സിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം കായത്തിൻ്റെ പൗഡർ കൂടെ ചേർത്ത് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും എരിവും ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. എരിവ് കുറവാണെങ്കിൽ വേണമെങ്കിൽ അല്പം കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മധുരത്തിനായിട്ട് ഒരല്പം ശർക്കര കൂടെ പൊടിച്ചിടുകയാണ്. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള
ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റുന്ന, സദ്യക്ക് വരെ തൊടുകറിയായിട്ട് വിളമ്പാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ കായയും ചേനയും കൂടെയുള്ള എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.